സദ്വേഷണം നമ്മുടെ എല്ലാമെല്ലാമായ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ 26ാമത് ആദ്യസങ്കല്പ ലയനദിനമാണ് ഈ വരുന്ന 2025 മെയ് 6 നടക്കുന്നത്. അതായത് മേട 23. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സംഘടനയുടെ, അതായത് ഗുരുധർമ്മ സംരക്ഷണ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ എം സതികുമാർ അദ്ദേഹം ഇറക്കിയിരിക്കുന്ന നോട്ടീസിൻ്റെ ഒരു പൂർണ്ണരൂപം ഞാനിവിടെ വായിക്കാം. സംഘടന നാളെ ഇതുവരെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തി എന്നതിനെക്കുറിച്ചുള്ള ഒരു രേഖ കൂടിയാണ്. അപ്പോൾ അത് ഞാൻ വായിക്കാം. സദ്വേഷണം മേടം 23, അതായത് മെയ് 6, നമ്മുടെ സർവസ്വമായ ബ്രഹ്മശ്രീ കരുണാകരഗുരുവിൻ്റെ 26ാമത് ആദ്യസങ്കല്പ ലയന വാർഷികമാണ്. ഗുരു ആദ്യസങ്കല്പത്തിൽ ലയിച്ചതിന് ശേഷം ഗുരുവിൻ്റെ പ്രസ്ഥാനമായ ശാന്തിഗിരി ആശ്രമം ഗുരു നമുക്ക് പറഞ്ഞു തന്ന, പഠിപ്പിച്ചു തന്ന വഴിയിലൂടെയല്ല സഞ്ചരിക്കുന്നതെന്നും ഗുരുവിൻ്റെ ആശയത്തിന് തികച്ചും വിരുദ്ധമായാണ് ആശ്രമത്തിലെ ഭരണം ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന ഭരണാധികാരികൾ നീങ്ങുന്നതെന്നും നമ്മൾ തിരിച്ചറിഞ്ഞപ്പോൾ മുതൽ ആശ്രമത്തിൽ ഗുരുവിൻ്റെ ഇച്ഛ നടപ്പാക്കുന്നതിനായി പല സംഘടനാ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു. ഇതിൽ കൂട്ടത്തിൽ ആദ്യകാലങ്ങളിൽ ഏറ്റവും ശക്തമായ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നതും ഏറ്റവും കൂടുതൽ ആളുകളെ ആശ്രമത്തിൽ ഉണ്ടായ അപജയം ബോധ്യപ്പെടുത്താൻ സാധിച്ചിരുന്നതും ഗുരുമാർഗം പ്രകാശ സഭ എന്ന GPS എന്ന സംഘടനക്കായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ഉൾപ്പെടുന്ന ആദ്യകാലങ്ങളിലെ സംഘടനയാണ് GPS എന്ന് പറയുന്നത്. 2021 ജൂൺ 23 രജിസ്റ്റർ ചെയ്യുകയും 2021 ആഗസ്റ്റ് 17 അംഗങ്ങളെ ചേർക്കുകയും തുടങ്ങുകയും ചെയ്ത GPS ഗുരുവിൻ്റെ ഇച്ഛ ശാന്തിരാശ്രമിൽ നടപ്പാക്കണം എന്ന ലക്ഷ്യത്തിൽ താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അതിലൊന്നാമതെന്ന് പറഞ്ഞാൽ 2021 ആഗസ്റ്റ് 1 മുതൽ തുടങ്ങി 270 ഗുരുവാണികൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നു. എന്നുവെച്ചാൽ ഈ ചാനലിൽ തന്നെ നമുക്ക് 270ഓളം ഗുരുവാണികൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. 2, ജില്ലകൾ തോറും പൗർണമി പ്രാർത്ഥനകളും സത്സംഗങ്ങളും നടത്താൻ പറ്റും. 3, ശാന്തിഗിരി ആശ്രമത്തിൽ നടക്കുന്ന അപജയങ്ങൾ തെളിവ് സഹിതം അക്കമിട്ട് വിവരിക്കുന്ന ഗുരുമാർഗം പ്രകാശ സഭ എന്തുകൊണ്ട് എന്തിന് എന്ന ഒരു പുസ്തകം 10,000 കോപ്പി അച്ചടിച്ച് വിശ്വാസികൾക്കും രാഷ്ട്രീയത്തിലെ ഉന്നതർക്കും ഭരണാധികാരികൾക്കും എല്ലാ MLA-മാർക്കും MP-മാർക്കും മതമേലധികാരികൾക്കും സൗജന്യമായും പോസ്റ്റ് വഴിയായും നേരിട്ട് നൽകുകയുണ്ടായി. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുള്ളവരെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്തു. 4, ആശ്രമ ഭരണാധികാരികൾ തമസ്കരിച്ചിരുന്ന ഗുരുവിൻ്റെ വിശേഷ ദിവസങ്ങൾ ഉൾപ്പെടെ ഗുരുപരമ്പരയുടെ എല്ലാ വിശേഷ ദിവസങ്ങളും ഉൾപ്പെടുന്ന കലണ്ടർ, ശാന്തിഗിരിയുടെ ഓരോ നാഴികക്കല്ലുകളും പിന്നിട്ട വർഷവും തീയതിയും ഉൾപ്പെടെ 2022 മുതൽ എല്ലാ വർഷവും ഇറക്കി. 5, 2022 മുതൽ എല്ലാ വർഷവും ഗുരുവിൻ്റെ ആദ്യസങ്കല്പ ലയന വാർഷികവും ഗുരുജയന്തിയും സമുചിതമായി നടത്തി. 6, എല്ലാ ജില്ലകളിലും മീറ്റിങ്ങുകളും നടത്തി ആശ്രമത്തിൽ സംഭവിച്ച അപജയങ്ങൾ സധൈര്യം വിശ്വാസികളോട് വിളിച്ചു പറഞ്ഞു. 7, വിവിധ കേസുകൾ നടത്തി ആശ്രമത്തിലെ അപജയങ്ങൾ വിളിച്ചു പറയുന്നവർക്കെതിരെ ആശ്രമ ഭരണാധികാരികൾ പോലീസിനെ സ്വാധീനിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന പോലീസ് ഹറാസ്മെന്റ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധിയിലൂടെ അവസാനിപ്പിക്കുന്നതിനും 2025 നാളിതുവരെ ജന്മഗൃഹം പൊളിക്കാതെ സംരക്ഷിക്കപ്പെടുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. 8, ആശ്രമത്തിലെ സന്യാസിമാർ മദ്യവ്യവസായം ആരംഭിക്കുന്നതിനായി ഒരാളിൽ നിന്നും പണം സ്വരൂപിച്ച വാർത്ത പുറത്തു വന്നപ്പോൾ ഗുരു കാണിച്ചു തന്ന വഴിയിൽ നിന്ന് തെറ്റി സഞ്ചരിക്കുന്ന സന്യാസിമാർക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണയും പോത്തങ്കോട് മുതൽ പൂലന്തറ നമ്മളുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ഓഫീസിൻ്റെ മുമ്പ് വരെ, അതായത് പൂലന്തറ ജംഗ്ഷൻ വരെ സത്യയാത്ര നടത്തുകയും ചെയ്തു. പൊതുജനങ്ങളെയും ഉന്നത അധികാരികളെയും ബോധ്യപ്പെടുത്തുന്നതിനായി. ഇനി 9, ശാന്തിഗിരിയിലെ അപജയങ്ങളെ സംബന്ധിച്ച് ഗുരു ആദ്യസങ്കല്പത്തിൽ ലയിച്ച ശേഷമുള്ള വിശ്വാസികളുടെ അനുഭവങ്ങളെ സംബന്ധിച്ചും GPS നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള വീഡിയോകൾ യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ചു. എന്നുവെച്ചാൽ നമ്മുടെ ആശ്രമത്തിൽ വന്നിരുന്ന അപജയങ്ങൾ എന്തെല്ലാമാണ്, അത് പല ആൾക്കാർക്കും വിവിധ തരത്തിലാണ് വന്നിരുന്നത്, അതെല്ലാം യൂട്യൂബിലൂടെ പ്രചരിപ്പിച്ചു. ആൾക്കാരെ അറിവിലേക്കായി, ബോധവൽക്കരണത്തിനായി. 10, ഗുരുവാണികൾ കേട്ട് ഗുരു സംസാരിച്ചത് അതുപോലെ തന്നെ വരമൊഴിയിൽ നിന്ന് പകർത്തി എഴുതി ഗുരുവാണി ഭാഗം 1 എന്ന പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു.
GPS ചെയ്ത ഈ കർമ്മങ്ങളിലെല്ലാം ഏറ്റവും സജീവമായി പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 2024 ഓഗസ്റ്റിൽ ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്നൊരു സംഘടന രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഗുരുധർമ്മ സംരക്ഷണ സംഘം താഴെ പറയുന്ന പ്രവർത്തനങ്ങളുമായി നിലവിൽ മുന്നോട്ട് പോവുകയാണ്. ഒന്നാമത്, ജന്മഗൃഹ സംരക്ഷണം, ശാന്തിഗിരി ആശ്രമത്തിൻ്റെ സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവ ഉൾപ്പെടെ GPS നടത്തിക്കുന്ന വിവിധ കേസുകളെല്ലാം ഇപ്പോൾ നടത്തുന്നത് ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്ന GSS ആണ്. രണ്ടാമത്, യൂട്യൂബ് വഴി ഗുരുവാണികൾ, ഗുരുവിനെ സംബന്ധിച്ച വീഡിയോകൾ, ഗുരുവിന് പ്രധാനപ്പെട്ട ശിഷ്യരുടെ അനുഭവങ്ങൾ, ശാന്തിഗിരിയിലെ അഭിജയം തുടങ്ങിയ ഗുരുവിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളുടെയും വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ശാന്തിഗിരി ഫെസ്റ്റ് നടന്ന അവസരത്തിൽ ശാന്തിഗിരിയിലുണ്ടായ അഭിജയത്തെക്കുറിച്ച് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് ഭാഷകളിൽ യൂട്യൂബിലൂടെ ഈ അഭിജയത്തെക്കുറിച്ച് പ്രചരിപ്പിച്ചു. വിവിധ നോട്ടീസുകൾ അച്ചടിച്ച് വിശ്വാസികൾക്ക് നൽകി. അതായത് മറ്റൊന്നുമല്ല, ഗുരുവിൻ്റെ ഇച്ഛയ്ക്കെതിരായിട്ടാണ് അന്ന് ശാന്തിഗിരി ഫെസ്റ്റ് എന്നുള്ള രീതിയിൽ കുറേ കോമാളിത്തരങ്ങൾ കാണിച്ചത്. അപ്പോൾ അതിനെക്കുറിച്ച് പൊതുജന മധ്യത്തിലും വിശ്വാസ സമൂഹത്തിലും ഗുരുവിൻ്റെ ഇച്ഛയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രോഗ്രാമാണെന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പൊതുജനത്തെ അറിയിക്കാനും പറ്റി, വിശ്വാസ സമൂഹത്തെ. മൂന്നാമത്, ഗുരുവാണി ഭാഗം 1 തുടർച്ചയായി ഗുരുവാണി ഭാഗം 2 പ്രസിദ്ധീകരിച്ചു. ഗുരുവാണി ഭാഗം 3 പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു നിലവിൽ. 4, ഗുരുവിൻ്റെ പ്രിയ ശിഷ്യനായ വിനായക് സാർ എഴുതിയ ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരവും എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതായത് സത്യത്രാണനെ പറ്റിയ തെറ്റ്, ഗുരുവിൻ്റെ ആശയം എന്താണെന്നോ അതിനെ സംബന്ധിച്ച് വിനായക് സാർ എഴുതിയ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ നമുക്ക് സാധിച്ചു. 5, പരമ്പരയിലെ എല്ലാ വിശേഷ ദിവസങ്ങളും ഉൾപ്പെടുത്തിയ 2025 കലണ്ടർ പ്രസിദ്ധീകരിച്ചു. 6, GSS എന്ന സംഘടനയെ സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള ഓർഗനൈസേഷനായി രജിസ്റ്റർ ചെയ്തു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 7, പൗർണമി പ്രാർത്ഥനകളും സത്സംഗങ്ങളും നടത്തി വരുന്നു. എല്ലാ മാസങ്ങളും വിവിധ ജില്ലകളിലായിട്ടാണ് നടത്തി വരുന്നത്. 8, ആശ്രമത്തിലുണ്ടായ അപജയം കാരണം ആശ്രമത്തിൽ പോകാതെ നിൽക്കുന്ന വിശ്വാസികളുടെ ജീവിതമാർഗം കെട്ടിപ്പടുത്തുന്നതിനായി സംഘടനയുടെ പേരിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി സംഘടനയുടെ പേരിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും ലൈസൻസ് എടുത്തു കഴിഞ്ഞു. വിവിധ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള പരമ്പരയിലാണ് ഏപ്രിൽ 23 മേടം 10 പ്രതിഷ്ഠാ പൂർത്തീകരണ വാർഷിക ദിവസം GSSൻ്റെ പൂലന്തറയുള്ള കേന്ദ്ര ഓഫീസിൽ വെച്ച് പ്രാർത്ഥനയും സംരംഭങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. അന്നേ ദിവസം പ്രാർത്ഥനയുണ്ടായിരുന്നു. ഈ വിവിധ സംരംഭങ്ങളുടെ ഉദ്ഘാടനം നടന്നു. 9, ശാന്തിഗിരി ആശ്രമത്തിൽ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ഇച്ഛ നടപ്പാക്കുന്നത് വരെ നിയമപരമായും സാമൂഹികപരമായും മറ്റെല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായും സംഘടന മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. 10, കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ ജനോപകാരപ്രദമായ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ സംഘടന തുടങ്ങുന്നു എന്ന കാര്യം കൂടി സന്തോഷപൂർവ്വം എല്ലാവരും അറിയിക്കും. സംഘടന എന്ന് പറഞ്ഞാൽ ഈ പൊതുമധ്യത്തിൽ ഗുരുവിൻ്റെ ഈ ശാന്തിഗിരിയുണ്ടായ അപജയം പറയുക മാത്രമല്ല, ലോക നന്മയ്ക്കായി ഗുരു എന്തെല്ലാം ആശയങ്ങളാണ് കൊണ്ടുവന്നിരുന്നത് അതിനെയൊക്കെ നമ്മൾ പൊതുജന മധ്യത്തിൽ ഇറങ്ങി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക കൂടി ചെയ്യുന്നതാണ്. ജനോപകാരപ്രദമായ പല കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സംഘടനയുടെ നാളിതുവരെയുള്ള ഒരു പ്രവർത്തനം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ഈ വരുന്ന മേടം 23 കേന്ദ്ര ഓഫീസിൽ വെച്ചും കോഴിക്കോട്, കണ്ണൂർ വെച്ചും പ്രാർത്ഥനകളും സങ്കല്പവും ഉണ്ടായിരിക്കുന്നതാണ്. 72 ദിവസത്തെ പ്രത്യേക പ്രാർത്ഥനയുടെ സമർപ്പണവും നടക്കുന്നതാണ്. അതായത് 72 ദിവസം എന്ന് പറഞ്ഞാൽ ഗുരു ജീവിച്ചിരുന്ന 72 വർഷത്തെ അനുസ്മരിപ്പിക്കുന്ന ആ ഒരു വ്രതനിഷ്ഠയോടെയുള്ള പ്രാർത്ഥനയാണ്. കാരണം 72 ദിവസം വ്രതം എടുത്ത് അതിൻ്റെ സമർപ്പണം കൂടിയാണ് ഈ മെയ് 6 നടക്കുന്നത്. അന്നേ ദിവസമോ തലേ ദിവസമോ കേന്ദ്ര ഓഫീസിൽ എത്തുന്നവർക്ക് താമസ സൗകര്യവും അന്നദാനവും എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ദിവസം മെയ് 7 രാത്രി ഓൺലൈൻ സത്സംഗം ഉണ്ടായിരിക്കുകയാണ് എന്ന് ജനറൽ സെക്രട്ടറി ഗുരുധർമ്മ സംരക്ഷണ സംഘം ശാന്തിഗിരി പൂലന്തറ. അപ്പോൾ ഇത്രയുമാണ് സംഘടനയുടെ പ്രവർത്തനവും മെയ് 6 അതായത് മേടം 23 സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയമുള്ളവർക്കും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഏത് ജില്ലയിലാണെങ്കിലും ഇതിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്തവർക്കും ഈ സ്ഥലങ്ങളൊന്നും പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് അവരവരുടെ വീട്ടിലിരുന്ന് ഇവിടെ നടക്കുന്ന ആ പ്രാർത്ഥനയുടെ സമയത്ത് പ്രാർത്ഥനയും പിന്നെ ഓൺലൈനായിട്ടാണ് സംഘം. അതിൽ
പങ്കെടുക്കാൻ കഴിയുന്നതുമാണ്. അപ്പോൾ ഇത്രയുമാണ് കാര്യങ്ങൾ. സദ്ഗുരു